ഹലോ, നമ്മ ഇന്ന് കുഞ്ഞിത്തൈലാണ് വന്നേക്കുന്നത്. നമ്മുടെ കൂടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വല വെച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയേക്കാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് കുറേ നാളായി ഇതുപോലെ ഇറങ്ങിയിട്ട് കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. കൂട്ടത്തിൽ നമ്മ ഒരു പൊടുക്കാച്ചിനെ കൂടി എടുത്തിട്ടുണ്ട്. അനിയൻ്റെ കൊച്ചാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും നല്ലപോലെ തെളിഞ്ഞ് നിൽക്കണ കാണാൻ പറ്റൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ വന്നതാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവന്മാർക്ക് കരിമീനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ കരിമീനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ടൂൾസ് ആയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ചെന്ന ടൈമിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമുക്കൊരു കണമ്പ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ദേവന്റെ കയ്യിലാണ് കൊടുത്തിട്ട് പോയത് അവര്. കണമ്പ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്തത് കരിമീൻ പൊരിക്കനെ കിട്ടിയിട്ടുണ്ടേ. ദേവ പിടിച്ചു കൂട്ടിക്കോളും. നമ്മൾ നിന്നിരുന്നതിന്റെ തൊട്ടടുത്തൊരു ബോട്ട് ഉണ്ടായിരുന്നേ കടലിൽ പോകാനായിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഭായിമാരെല്ലാവരും. അങ്ങനെ നമ്മുടെ ദേവയുടെ കയ്യിലിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി വലിപ്പമുള്ള കരിമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിറ്റിലാക്കിയാണ് പുള്ളി. കരിമീനൊക്കെ കൂടുതലായിട്ട് ഈ ഒരു ഭാഗങ്ങളിലാണ് കിട്ടുന്നത് തോന്നുന്നു, പാലത്തിന്റെ ഒക്കെ സൈഡിലായിട്ട്. അവരവിടെ നിന്നാണ് കൂടുതലായിട്ട് പിടിക്കണത്. ഞങ്ങൾ നിൽക്കണോടത്ത് കയ്യിലിരിക്കുന്ന ടോർച്ച് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ്. കാണുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതാണ് കാണാൻ പറ്റിയത്. അപ്പൊ അതേ ചെറുതായിട്ട് സ്പോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഫെർക്കടേന്റെ അങ്ങോട്ട് പോണേട്ടാ. അവിടെ ഒരു പട്ടി ഉണ്ട് കേട്ടോ. പട്ടി നമ്മുടെ കോലും വടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പട്ടി ജീവനും കൊണ്ട് ഓടി. നമ്മ അത്രയ്ക്കും ശരിയല്ല മനസ്സിലായിട്ടോ. നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പറയണതാണ് കേട്ടോ, കരിമീനെ പിടിക്കാൻ പോകണം അല്ലെങ്കിൽ കണമീനെ പിടിക്കാൻ പോകണമെന്നൊക്കെ. കിട്ടിയ മീനല്ലേ നമുക്ക് ചട്ടിയിലാക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു ഉദാഹരണം പറയുന്നുള്ളൂ ഇന്ന മീനിന്ന്. തൊട്ടടുത്ത് തന്നെ വലിയ കരിമീൻ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എടുക്കാനാണ് പാട്. അതുകൊണ്ട് ആ വലയിൽ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അത് വിട്ട് കളഞ്ഞ്. ഏകദേശം ഇതേ വലിപ്പോൾ 5-6 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ കരിമീനൊക്കെ കിട്ടിയേക്കാം. അപ്പൊ അത് രണ്ടാളുടെ ആവശ്യമൊക്കെ ഉണ്ടാവും. അപ്പുറത്ത് ഇപ്പുറത്തും കോലൊക്കെ കുത്തി വലയൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും ചിലപ്പോൾ മിസ്സായി പോകും. അതുപോലെയാണ് നമ്മുടെ ഈ അവസ്ഥ. അത് മിസ്സായി പോയി. നേരത്തെ നമ്മുടെ മിസ്സായി പോയ കരിമീനാണോ എന്ന് നോക്കിയൊക്കെയാണ് രണ്ടുപേരും. നമുക്ക് ഒരു കട്ടറേനെ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്, അതിന് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ദേവ തന്നെ അതിനെ റിലീസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവരൊക്കെ ഒരേ വൈബായാലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്ട് ഇവര് കുറച്ച് പേര്. മീൻ കരക്ക് എത്തിക്കേണ്ട താമസം. ആ മീനെ ദേവ തന്നെ പിടിച്ചിടണം. വേറെ ആരെ കൊണ്ട് തൊടിയിക്കൂല. നമ്മള് മീനെ കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാണ്. തിരക്കിട്ട് വന്ന വലക്കാരെ നമ്മൾ മൈൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പൊ മീനാണോ ഞണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി അവരും തിരക്കിലായിരുന്നു. അങ്ങനെ അവിടെ പിടിച്ച് നിർത്തിയേക്കാണ്. കുറച്ച് പാട് വിട്ടെങ്കിലും നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ കരിമീൻ. അപ്പം ഞാൻ തന്നെയാണ് ആ പിടിച്ചിരുന്നത്. നല്ല പടപ്പായിരുന്നു. അവസാനമായപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവ എപ്പോഴും എനർജിയിൽ നിൽക്കുകയാണ് കേട്ടോ. വല കൊടുത്തതിന് ശേഷം അവനെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. ടോർച്ച് അടുപ്പിച്ച് അവൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ചെറുതിനെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ദേവൻ. പോയാ എടുത്തു കരിമീൻ കിട്ടി. എന്താണ് രണ്ടുകൂടി നല്ല പോയത്. ടോർച്ച് മേടിച്ചത് മുതലാവണ്ടേ. കിട്ടി 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 കിട്ടി. ഇല്ല, ഞാൻ പിടിച്ചു. എനിക്കറിയാം. കിട്ടിയാ ഇവിടെ നല്ല മൽപ്പിടുത്ത് വരുന്നൊക്കെ റൈസ്. അപ്പത്തേ നമുക്ക് കിട്ടിക്കണ മീനുകൾ കാണിച്ചു തരാം. നല്ല പിടപ്പുണ്ട് കേട്ടോ. കുറച്ചീശയൊക്കെയാണ് കിട്ടിയേക്കണത്. കാണിച്ചു തരാം. അപ്പോഴേ നമുക്ക് കിട്ടിയേക്കണ ഈ മീനാണ്. ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.